ഒരാൾ ലഹരിക്ക് അഡിക്റ്റഡ് ആണ് എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക? ഇതിന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 6 മാനദണ്ഡങ്ങളാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തേത് വളരെ ശക്തമായിട്ടുള്ള ലഹരി ഉപയോഗിക്കാനുള്ള ആഗ്രഹമാണ്. ഒരുതരം ക്രേവിംഗ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള വളരെ അതിയായിട്ടുള്ള ആഗ്രഹമാണ് ഒന്നാമത്തേത് പറയുന്നത്. രണ്ടാമത്തേത് അയാൾക്ക് ലഹരി ഉപയോഗം ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാതിരിക്കുക എന്നതാണ്. അതായത് ഏത് സാഹചര്യത്തിലും, ഒട്ടും സ്യൂട്ടബിൾ അല്ലാത്ത സാഹചര്യത്തിൽ പോലും അയാൾക്ക് ഈ ലഹരി ഉപയോഗിക്കേണ്ടി വരും. അതുപോലെ തന്നെ അയാൾ ഉദ്ദേശിക്കുന്ന അളവിൽ ഈ ലഹരി ഉപയോഗം അയാൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. ഈ രീതിയിലാണ് രണ്ടാമത്തെ ക്രൈറ്റീരിയ പറയുന്നത്. മൂന്നാമത്തേത് വിത്ഡ്രോവൽ സിംറ്റംസ് എന്ന് പറയും. അതായത് ഈ ലഹരി ഉപയോഗിക്കുന്നയാൾ ആ ലഹരി ഉപയോഗം നിർത്തുകയോ അതിന്റെ അളവ് കുറയ്ക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് ശാരീരികപരമായും മാനസികപരമായിട്ടും ചില ലക്ഷണങ്ങൾ കാണിക്കും. ഉറക്കമില്ലായ്മ, ക്ഷീണം, വിറയൽ പോലുള്ള ചില വിത്ഡ്രോവൽ സിംറ്റംസ് അതിനുദാഹരണമാണ്. നാലാമത്തേത് ടോളറൻസ്. ഉദാഹരണത്തിന്, ഒരു ആൽക്കഹോൾ അഡിക്റ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ആദ്യം ഒരു പെഗ്ഗിൽ കിക്ക് കിട്ടുമായിരുന്നെങ്കിൽ അത് പിന്നീട് 2 പെഗ്ഗിലേക്ക് ഉയർത്തേണ്ടി വരുന്നു. അത് പിന്നീട് 3, 4 ഇങ്ങനെ അതിന്റെ ഡോസ് കൂട്ടുമ്പോൾ മാത്രമേ അയാൾക്ക് അതിൽ നിന്ന് ആ ഒരു ലഹരി കിട്ടുന്നു എന്നുണ്ടെങ്കിൽ അതാണ് നാലാമത്തെ ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത്. അഞ്ചാമത്തേത് പറയുന്നത് ഒരാൾക്ക് ലഹരി ഉപയോഗത്തിലല്ലാതെ മറ്റൊന്നിലും താല്പര്യം കണ്ടെത്താൻ സാധിക്കാതിരിക്കുക. അയാൾ മുമ്പ് താല്പര്യം കാണിച്ചിരുന്ന പലതിലും ഇന്ന് അയാൾക്ക് താല്പര്യം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ആറാമത്തെ ക്രൈറ്റീരിയ പറയുന്നത് ഈ ലഹരിയുടെ ദൂഷ്യഫലങ്ങളെ കുറിച്ച് അയാൾക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നിട്ട് പോലും അയാൾ അതിന്റെ ഉപയോഗം തുടരുന്നു എന്നുള്ളതാണ്. ഈ 6 മാനദണ്ഡങ്ങളിൽ ഏതെങ്കിലും 3ഓ അതിലധികമോ ഒരാൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾ ആ ലഹരിക്ക് അഡിക്റ്റഡ് ആണ് എന്ന് പറയാൻ സാധിക്കും. അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു രോഗമാണ്. നിങ്ങൾക്കോ നിങ്ങൾക്കറിയുന്ന ആർക്കെങ്കിലുമോ ഈ രോഗമുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ചികിത്സ എത്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.